ജോബ് റിക്രൂട്ട്മെന്റ് സ്കാം. ഈ ഒരു തട്ടിപ്പിന്റെ ആൾക്കാരുടെ സ്റ്റോറി, നമ്മൾ വലിയൊരു ജോലിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നവർ, അതായത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാലറിയിൽ, ഉദാഹരണത്തിന് നമ്മുടെ ഏറ്റവും വേൾഡ് ക്ലാസ് ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഹോട്ടൽസിലേക്കോ എന്തെങ്കിലും നല്ല രീതിയിലൊരു ജോബോ കാര്യങ്ങളോ എന്തെങ്കിലും, ഇപ്പം ചിലപ്പോൾ ക്രൂയിസ് ഷിപ്പ് ആയിരിക്കാം, എന്തിനായാൽ പോലും നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനത്തിലേക്ക്, നല്ല രീതിയിലൊരു പൊസിഷനിലേക്ക് നമുക്കൊരു ജോബ് ഓഫർ വരികയാണ്. നമ്മൾ ഇൻ്റർവ്യൂവിൽ സെലക്ട് ചെയ്യുകയാണ്. അവരുടെ സാലറി കേട്ട് നമ്മൾ കണ്ണു തള്ളും. ഓഫർ ലെറ്റർ കാര്യങ്ങൾ ഒക്കെ വരും. എന്ന് വെച്ചാൽ ചിലപ്പോൾ 4 ലക്ഷം 5 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും സാലറി ഉണ്ടാവുക. ചിലപ്പോൾ ഒരു 10 ലക്ഷം വരെ നീളാം. കാരണം അത് കടലാസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു 5 6 7 ലക്ഷം രൂപ ശമ്പളത്തിന് ഈ ഒരു ഏജൻറ്റ് ഈടാക്കുന്ന ഫീസ് ചിലപ്പോൾ 5 ലക്ഷം രൂപ മാത്രമായിരിക്കും. കുഴപ്പമില്ല, ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തീർക്കാൻ വേണ്ടി പറ്റുന്നതല്ലേ എന്ന് ഈ പാവപ്പെട്ട വീട്ടുകാരും ഇദ്ദേഹം ഈ പോകുന്ന ആൾക്കാരും വിചാരിക്കും. ഇല്ലാത്ത പൈസ എങ്ങനെയൊക്കെയോ ബ്ലേഡിനെടുത്തും പണയം വെച്ചും കുറി പിടിച്ചും ലോൺ എടുത്തും ഒക്കെ ഈ പാവങ്ങൾ ഒരു രാജ്യത്തേക്ക് പോവുകയാണ്. തീർച്ചയായും ഇവരെ ജോബുള്ള രാജ്യത്തേക്കായിരിക്കില്ല ഇവർ പോകുന്നുണ്ടാവുക. ഇടത്താവളം പോലെ ചിലപ്പോൾ മലേഷ്യയിലേക്കോ സിംഗപ്പൂരിലേക്കോ ഇന്തോനേഷ്യയിലേക്കോ തായ്ലൻഡിലേക്കോ ഇതുപോലുള്ള കൺട്രീസിലാണ് കൂടുതലും ഇതുപോലത്തെ ക്രിമിനൽസിനെ സ്കാമേഴ്സിനെ കണ്ടുവരുന്നത്. വാർത്തയിൽ അറിയാലോ. അപ്പോൾ ബാക്കിയുള്ളടത്ത് കുറവാണ് എന്നല്ല, ഇവിടെയുള്ളവരെല്ലാം അതേ രീതിയിലാണെന്നല്ല, കൂടുതലായും. അപ്പോൾ ഈ ഒരു രാജ്യത്തേക്ക് എത്തിപ്പെടുന്നവരെ പിന്നീട് അങ്ങോട്ട് ഇവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ ആൾക്കാരില്ല. ഇവർക്കൊരു റൂമും കാര്യങ്ങളും കൊടുത്തിട്ട് അടുത്ത ഫ്ലൈറ്റിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏജൻറ്റ് റെഡിയാക്കി തരുമെന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ വേറെ ഏജൻറ്റോ കാര്യങ്ങളോ ആരും വരുന്നില്ല. അതൊരു സ്കാമാണ് എന്നുള്ളത് ആ സമയത്ത് അവർക്ക് മനസ്സിലാവും. ഏജൻറ്റിനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവിടെ ഓൾറെഡി ജോബ് റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങൾ നടന്നു. ഇനി രക്ഷയില്ല, നിങ്ങൾ നാട്ടിലേക്ക് പോയിക്കോ എന്ന് പറയുന്നു. തീർച്ചയായും അവർ അങ്ങേയറ്റം രോഷാകുലരായി നല്ല രീതിയിൽ അമർഷം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ ഒരുപാട് ആർഗ്യുമെൻറ്റിന് ശേഷം ഇവർക്ക് രക്ഷയില്ല. ഇവർ ചിലപ്പോൾ എടുത്തു കൊടുത്തിട്ടുണ്ടാവുക വിസിറ്റിംഗ് വിസ ആയിരിക്കും, സിംഗിൾ എൻട്രി വിസ, അതും 15 ദിവസത്തേക്ക്. കൂടി വന്ന 1000 2000 3000 4000 രൂപ, ചിലപ്പോൾ ചെറിയൊരു ഫ്ലൈറ്റ് ചാർജ് എല്ലാം കൂട്ടിയിട്ട് ഒരു 10,000 രൂപയ്ക്ക് താഴെ മാത്രമേ ഇവർക്ക് ചിലവ് വന്നിട്ടുണ്ടാവുള്ളൂ. ഈ ഒരു 10-15 ദിവസം ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മുറവിളി കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഇവരുടെ വിസ എക്സ്പയറി ആയിട്ടുണ്ടാവും. പുറത്തിറങ്ങിയ ജയിലിലേക്ക് പോകേണ്ടി വരും എന്നുള്ളൊരവസ്ഥയായി. അപ്പോൾ അവർ പറയും, നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നെ ഏതെങ്കിലും ഒരു ജോബ് ജോയിൻ ചെയ്യിക്കാം, ഇത്ര സാലറി കിട്ടും. 5-6 ലക്ഷം രൂപ പ്രതീക്ഷ വന്നവരെ ജോലി ചെയ്യേണ്ടി വരുന്നത് ചിലപ്പോൾ തുച്ഛമായിട്ടുള്ള 10,000 20,000 30,000 രൂപക്ക്, ചിലപ്പോൾ 50,000 രൂപ കിട്ടിയാൽ ഭാഗ്യം എന്ന് വിചാരിക്കാം. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 10,000 രൂപ കിട്ടിയേ കഴിഞ്ഞാലും നാട്ടിൽ പോയി നാണം കെടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് സ്വരുക്കൂട്ടി വെച്ച് അല്ലെങ്കിൽ ഉള്ളതെല്ലാം വിറ്റ് പുറക്കി കടം വാങ്ങിയിട്ടും ഒക്കെ വന്നതായിരിക്കും. എങ്ങനെയും കഷ്ടപ്പെട്ട് എല്ലുമുറിയെ പണിയെടുത്ത് ഇത് വീട്ടിൽ തീർക്കാൻ വേണ്ടിയിട്ട് ആ പാവം വേറെ ഏതെങ്കിലും രാജ്യത്തോ അല്ല ആ രാജ്യത്തോ കിടന്ന് പണിയെടുക്കുന്നുണ്ടാവാം. ആയതുകൊണ്ട് തന്നെ ഇത്തരം ചതിക്കുഴികളിൽ വീഴുന്നതിന് മുന്നേ ഗവൺമെൻറ് ത്രൂ നല്ല രീതിയിൽ അന്വേഷിക്കുക. ഏജൻസി മുഖാന്തരവും ആ വ്യക്തികൾ മുഖാന്തരവും സൂക്ഷിക്കുക ഇത്തരം സ്കാമേഴ്സിനെ.